നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിൽ ഇനി സ്ഥിരം കുറ്റവാളികളെയും കോടതി ഉത്തരവുകൾ ലംഘിക്കുന്നവരെയും കൂട്ടാൻ ലൈവ് ഫേഷ്യൽ റെക്കഗ്നിഷൻ നടപ്പിലാക്കും. പരീക്ഷണവുമായി മുന്നിട്ടിറങ്ങിയത് ഹാംപ്ഷയർ പോലീസ്. ഒളിക്യാമറകൾക്ക് പകരം ഈ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത് വാനുകളിൽ. രാജ്യവ്യാപകമായി ഇത്തരം പരിശോധനകൾ കർശനമാക്കും. കുറ്റവാളികളുടെ ലിസ്റ്റിലില്ലാത്ത ചിത്രങ്ങൾ 1 മിനിറ്റിനുള്ളിൽ സിസ്റ്റത്തിൽ നിന്ന് നീക്കം ചെയ്യും. ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ മുന്നറിയിപ്പുമായി വീണ്ടും. 5 ദിവസത്തെ സമരം വെറും ട്രയൽ മാത്രമാണെന്നും ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ പ്രതിഷേധങ്ങൾ വീണ്ടും ശക്തമാക്കുമെന്നും ഡോക്ടർമാർ. ക്വാളിഫൈഡ് ഡോക്ടർമാർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ കൂടുതൽ ട്രെയിനിങ് സീറ്റുകൾ വേണമെന്ന് ആവശ്യം. വിസ നിയമങ്ങളിൽ അടിയറവ് പറഞ്ഞ് UK സർക്കാർ. വിവിധ മേഖലകളിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമം മുൻനിർത്തി വിദേശ ജോലിക്കാർക്കുള്ള വിസ നിയമങ്ങളിൽ താൽക്കാലിക ഇളവുമായി സർക്കാർ. ജയിലുകളിൽ ജീവനക്കാരുടെ ഗുരുതര ക്ഷാമം ഒഴിവാക്കുന്നതിനായി വിദേശ ജയിൽ ഉദ്യോഗസ്ഥർക്കുള്ള വിസ നിയമങ്ങളിൽ താൽക്കാലിക ഇളവ്. ഗ്രീൻലാൻഡിനെ US-ന്റെ ഭാഗമാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിക്കിന് ഗ്രീൻലാൻഡിന്റെ അധിക ചുമതല നൽകി. ധാതുസമ്പന്നമായ ആർട്ടിക് ദ്വീപ് കൈയടക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് ഊർജിതമാക്കി. ഗ്രീൻലാൻഡ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഡെൻമാർക്കും ഗ്രീൻലാൻഡും. വെനസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പടിയിറക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ലക്ഷ്യമിടുന്നത് ഭരണകൂട മാറ്റമാണെന്നും ട്രംപ്. ട്രംപിന്റെ പരാമർശം വെനസ്വേലയുടെ എണ്ണ കയറ്റുമതിക്കെതിരെ അമേരിക്കൻ നാവിക സാന്നിധ്യം ശക്തമാകുന്നതിനിടെ വെനസ്വേല അമേരിക്ക ബന്ധം കൂടുതൽ സംഘർഷത്തിലേക്ക്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും BJP സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ആയുധമാക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി. വിമർശനം 5 ദിവസത്തെ ജർമ്മനി സന്ദർശനത്തിനിടെ ബെർലിനിൽ. വിദേശ മണ്ണിൽ ഇന്ത്യയെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് രാഹുലിനെതിരെ BJP. BSDPയെ ഇനി UDF-ന്റെ ഭാഗമാക്കില്ല എന്ന് കോൺഗ്രസ്. UDF പ്രവേശനത്തിനായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ചർച്ച നടത്തി വഞ്ചിച്ചെന്ന് കോൺഗ്രസ്. UDF-ന്റെ ഭാഗമാകാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇനി താൽപര്യം പ്രകടിപ്പിച്ചാലും മുന്നണിയുടെ ഭാഗമാക്കില്ല. K മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിച്ചേക്കും. മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ഗുരുവായൂർ സീറ്റ് തിരികെ പിടിക്കണമെന്ന ആവശ്യമുയർത്തി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഗുരുവായൂർ നിയമസഭാ സീറ്റ് കോൺഗ്രസിന് വേണമെന്നും സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. സ്ഥിരം കുറ്റവാളികളെയും കോടതി ഉത്തരവുകൾ ലംഘിക്കുന്നവരെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ അത്യാധുനികമായ ലൈവ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് UK പോലീസ്. ഹാംപ്ഷയർ പോലീസാണ് ഇത്തരം പരീക്ഷണവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സതാംപ്ടൺ സിറ്റി സെന്റർ ഉൾപ്പെടെയുള്ള തിരക്കേറിയ ഇടങ്ങളിലാണ് ഹാംപ്ഷയർ ആൻഡ് ഐൽ ഓഫ് വൈറ്റ് കോൺസ്റ്റാബിലറി ഈ ഹൈടെക് പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചത്. ലൈവ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യ ക്യാമറയിൽ പതിയുന്ന മുഖങ്ങൾ തത്സമയം വിശകലനം ചെയ്ത പോലീസിന്റെ കൈവശമുള്ള കുറ്റവാളികളുടെ പട്ടികയുമായി ഒത്തുനോക്കുന്ന രീതിയാണ്. ഒരാളുടെ കണ്ണുകൾ തമ്മിലുള്ള അകലം, താടിയെല്ലിന്റെ നീളം തുടങ്ങിയ പ്രത്യേകതകൾ ഡിജിറ്റലായി അളന്നാണ് സിസ്റ്റം വ്യക്തികളെ തിരിച്ചറിയുന്നത്. കുറ്റവാളികളെ പിടികൂടുന്നതിനൊപ്പം കാണാതായവരെ കണ്ടെത്തുവാനും ഈ സംവിധാനം ഏറെ സഹായകരമാകുന്നു. അങ്ങേയറ്റം സുതാര്യമായ രീതിയിലാണ് ഈ പരിശോധനകൾ നടത്തുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒളിക്യാമറകൾക്ക് പകരം വ്യക്തമായി അടയാളപ്പെടുത്തിയ വാനുകളിലാണ് ഈ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനായി കുറ്റവാളികളുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ചിത്രങ്ങൾ 1 മിനിറ്റിൽ തന്നെ സിസ്റ്റത്തിൽ നിന്നും നീക്കം ചെയ്യും. കടകളിൽ നിന്നുള്ള മോഷണം, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ രൂക്ഷമായി ഷെർലി ഹൈ സ്ട്രീറ്റ് പോലുള്ള ഭാഗങ്ങളിൽ ഈ സംവിധാനം വലിയ മാറ്റമുണ്ടാക്കുമെന്നും സൂപ്രണ്ട് അലക്സ് ചാർജ് പറയുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ ലണ്ടനിലെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 580 പേരെ പിടികൂടി വിജയം മുൻനിർത്തിയാണ് രാജ്യവ്യാപകമായി ഇത്തരം പരിശോധനകൾ കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പിടികൂടിയവരിൽ കോടതി ഉത്തരവുകൾ ലംഘിച്ച് പുറത്തിറങ്ങിയ 52 ലൈംഗിക കുറ്റവാളികളും ഉൾപ്പെടുന്നു. നിലവിൽ 2 വാനുകളാണ് ഹാംപ്ഷയറിൽ ഉള്ളതെങ്കിലും വരും മാസങ്ങളിൽ കൂടുതൽ വാനുകൾ വിന്യസിക്കാൻ ഹോം ഓഫീസ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പരിശോധന നടത്തുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഒരാഴ്ച മുമ്പ് തന്നെ പോലീസിന്റെ വെബ്സൈറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കുവാനും അധികൃതർ വ്യക്തമാക്കി. ശമ്പള തർക്കത്തെ തുടർന്ന് 5 ദിവസത്തെ പണിമുടക്ക് നടത്തിയ ശേഷം ജോലി സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയ ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ മുന്നറിയിപ്പുമായി വീണ്ടും രംഗത്ത്. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ സർക്കാർ ഗൗരവമുള്ള സമീപനം സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സമരം അവസാനിച്ചെങ്കിലും ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാത്ത പക്ഷം പ്രതിഷേധങ്ങൾ വീണ്ടും ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും ഡോക്ടർമാരുടെ സംഘടനകൾ നൽകിയിട്ടുണ്ട്. ശമ്പള തർക്കത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ നടത്തുന്ന പ്രതിഷേധം പുതുവർഷത്തിൽ അവസാനിപ്പിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് വ്യക്തമാക്കി. ട്രെയിനിങ്ങും തൊഴിൽ സുരക്ഷയും സംബന്ധിച്ചുള്ള പുതിയ ഗവൺമെന്റ് ഓഫർ BMA അംഗങ്ങൾ തള്ളിയതോടെയാണ് സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കൂടുതൽ ശമ്പളം, മെച്ചപ്പെട്ട പരിഗണനയും നൽകുന്ന രാജ്യങ്ങൾ ഡോക്ടർമാരെ കൊണ്ടുപോവുകയാണ് എന്നും BMA റെസിഡന്റ് ഡോക്ടർ നേതാവ് ഡോക്ടർ ജാക്ക് ഫർലച്ച് പറഞ്ഞു. കൂടാതെ ക്വാളിഫൈഡ് ഡോക്ടർമാർ സ്പെഷ്യലൈസ് ചെയ്യാൻ കൂടുതൽ ട്രെയിനിങ് സീറ്റുകൾ വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു.
2023 മുതൽ നടത്തുന്ന 14ാമത്തെ പണിമുടക്കിൽ 65% പങ്കാളിത്തം ഉണ്ടായെന്ന് ഡോക്ടർമാരുടെ യൂണിയൻ പറയുന്നു. 2008-നെ അപേക്ഷിച്ച് 20% വരുമാനക്കുറവാണ് തങ്ങൾ നേരിടുന്നതെന്നാണ് ഇവരുടെ വാദം. ഈ വർഷം 5.4% വർധനവാണ് ഗവൺമെന്റ് അനുവദിച്ചത്. 26% വർധനവ് വേണമെന്നാണ് ഇവരുടെ ആവശ്യം. UK-യിലെ ചില മേഖലകളിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമം മുൻനിർത്തി വിദേശ ജോലിക്കാർക്കുള്ള വിസ നിയമങ്ങളിൽ സർക്കാരിന്റെ താൽക്കാലിക ഇളവ് കൊണ്ടുവരുന്നു. ജയിലുകളിലടക്കം ജീവനക്കാരുടെ ഗുരുതരമായ ക്ഷാമം ഒഴിവാക്കുന്നതിനായി വിദേശ ജയിൽ ഉദ്യോഗസ്ഥർക്കുള്ള വിസ നിയമങ്ങളിൽ UK സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സ്കിൽഡ് വർക്കർ വിസയ്ക്ക് ജൂലൈയിലെ ശമ്പള പരിധി 41,700 പൗണ്ടായി ഉയർത്തിയതിനെ തുടർന്ന് നിലവിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വിദേശ ഉദ്യോഗസ്ഥർക്ക് വിസ പുതുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകളാണ് സർക്കാർ തീരുമാനത്തിലേക്ക് നയിച്ചത്. നൈജീരിയ, ഘാന തുടങ്ങിയ പാശ്ചാത്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ജീവനക്കാരെ കൂടുതലായി ആശ്രയിക്കുന്ന ജയിലുകൾക്ക് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്രിസൺസ് ചാർലി ടൈലർ മുന്നറിയിപ്പ് നൽകി. ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാമിയുടെ ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ നടപടി. പുതിയ നിയമം നടപ്പാക്കിയാൽ ജയിലുകളുടെ പ്രവർത്തനവും സുരക്ഷയും തകരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ UK-യിൽ ജോലി ചെയ്യുന്ന വിദേശ ജയിൽ ഉദ്യോഗസ്ഥർക്ക് 2026 അവസാനം വരെ ഉയർന്ന ശമ്പള പരിധിയിൽ നിന്നും ഒഴിവ് അനുവദിക്കും. തുടർന്ന് 2027 ഡിസംബർ 31 വരെ 33,400 പൗണ്ട് എന്ന കുറഞ്ഞ ശമ്പള പരിധിയിൽ വിസ പുതുക്കുവാനും അനുമതി നൽകും. ജീവനക്കാരുടെ കുറവ് അനുഭവപ്പെടുന്ന മറ്റു ചില മേഖലകളിലും ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കുടിയേറ്റം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം തുടരുന്നുണ്ട് എങ്കിലും പൊതുസുരക്ഷയാണ് ആദ്യ കടമ എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ജയിലുകളുടെ ശേഷിക്കുറവും സുരക്ഷാ വെല്ലുവിളികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിചയസമ്പന്നരായ ജീവനക്കാരെ നിർത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സ്കിൽഡ് വർക്കർ വിസയുടെ ശമ്പള പരിധി 41,700 പൗണ്ടായി തുടരുമെന്നും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. പരിധി ഉയർത്തുന്നതുമൂലം ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ വിപണിയിൽ നിന്നും പുറത്താവുകയും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൂറുകണക്കിന് മില്യൺ പൗണ്ടുകളുടെ നഷ്ടമുണ്ടാകുമെന്നും കമ്മിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ഏറ്റവും തിരക്കേറിയ ട്യൂബ് സ്റ്റേഷനുകളായ ലിവർപൂൾ സ്ട്രീറ്റും വാട്ടർലൂവും എഞ്ചിനീയറിംഗ് ജോലികൾക്കായി അടയ്ക്കുന്നു. പുതിയ ഗ്ലാസ് പാനലുകൾ സ്ഥാപിക്കാനും ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്താനുമാണ് ലിവർപൂൾ സ്ട്രീറ്റ് സ്റ്റേഷൻ അടയ്ക്കുന്നത്. ക്യൂൺസ്റ്റൗൺ റോഡിലേക്കുള്ള പുതിയ എൻട്രൻസ് തുറക്കുന്ന ജോലിയാണ് വാട്ടർലൂ സ്റ്റേഷനിൽ. സ്ട്രാറ്റ്ഫോർഡിൽ നിന്നും ലിവർപൂൾ സ്ട്രീറ്റിലേക്ക് ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെ ട്രെയിൻ സർവീസുകൾ ഉണ്ടാകില്ല. ക്രിസ്മസ് മുതൽ 28-ാം തീയതി വരെയാണ് വാട്ടർലൂ സ്റ്റേഷൻ അടയ്ക്കുന്നത്. 28-ന് തുറന്നാലും ജനുവരി 4 വരെ നിയന്ത്രിത സർവീസുകളെ വാട്ടർലൂവിലേക്ക് അനുവദിക്കൂ എന്നും നെറ്റ്വർക്ക് റെയിൽ അധികൃതർ അറിയിച്ചു. മാസങ്ങളായി നടന്നു വരുന്ന 23 മില്യൺ പൗണ്ടിന്റെ പ്രൊജക്ട് പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റേഷനുകൾ അടച്ചുള്ള ജോലി. 10,000-കണക്കിന് ക്രിസ്മസ് ന്യൂ ഇയർ യാത്രകളെ ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിൽ വെടിയേറ്റു മരിച്ചത് കറുത്ത വർഗ്ഗക്കാരനെന്ന വിവരം. ഇയാളുടെ പേരും ചിത്രവും പോലീസ് ആദ്യമായി പുറത്തുവിട്ടു. വെള്ളിയാഴ്ച രാത്രി സ്റ്റോൺ ബ്രിഡ്ജിലെ വെസ്റ്റേൺ ക്ലോസിൽ നടന്ന സംഭവത്തിൽ സൈമൺ വെയ്റ്റ് എന്ന 55-കാരനാണ് വെടിയേറ്റ് മരിച്ചത്. കൊലയാളികൾക്കായുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ടയാളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിവരമറിഞ്ഞ രാത്രി 9:30-യോടെ പോലീസും അടിയന്തര സേനാ വിഭാഗവും സംഭവ സ്ഥലത്തെത്തി. അവർ കഠിനമായി പ്രയത്നിച്ചുവെങ്കിലും വെയ്റ്റ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടയുകയായിരുന്നു. ഇയാളുടെ അടുത്ത ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ടതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. ഡാഷ് ക്യാമറകളിലോ മറ്റോ സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദൃശ്യങ്ങൾ ലഭിച്ചവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ അവരും പോലീസിന് വിവരം കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. UK-യിൽ മോഷ്ടാക്കൾക്കും പിടിച്ചുപറിക്കാർക്കും സുരക്ഷിത കാലം എന്നാണ് റിപ്പോർട്ടുകൾ. മോഷ്ടാക്കളെ കണ്ടെത്താനോ പിടികൂടാനോ പോലീസ് ഉത്സാഹം കാണിക്കാതെ വരുന്നതോടെ രാജ്യത്ത് മോഷണ പരമ്പര തുടരുകയാണ്. രാജ്യത്തെ ഷോപ്പ് ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഷോപ്പ് മോഷണങ്ങൾ റെക്കോർഡ് തോതിൽ കേസന്വേഷണം നടത്താതെ അവസാനിപ്പിക്കുന്നതിലാണ് പോലീസിന്റെ ശ്രദ്ധ. ഇത്തരത്തിൽ ദിനംപ്രതി ദിവസേന 810 കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടാതെ അവസാനിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. റെക്കോർഡ് തോതിൽ കേസുകൾ ഉപേക്ഷിക്കുന്നത് രാജ്യം ഷോപ്പ് ലിസ്റ്റിംഗ് പിടിയിൽ അമരുമ്പോഴെന്നതാണ് വസ്തുത. 2024-25 വർഷം 2,95,589 ഷോപ്പ് മോഷണ കേസുകളാണ് പ്രതികളെ തിരിച്ചറിയാൻ പോലും കഴിയാതെ പോലീസ് അവസാനിപ്പിച്ചത്. മണിക്കൂറിൽ 34 കുറ്റകൃത്യങ്ങൾ ഇതുപോലെ തുമ്പില്ലാതെ നിർത്തി. മഹാമാരി മുതൽ ഷോപ്പ് മോഷണങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്തത്. ലേബർ അധികാരത്തിലെത്തിയ ശേഷം ഈ കവർച്ചയിൽ 20% വർധനവും രേഖപ്പെടുത്തുന്നു. ലിബറൽ ഡെമോക്രാറ്റുകൾ നടത്തിയ അനാലിസിസിൽ പോലീസ് റെക്കോർഡ് തോതിൽ കേസുകൾ ഉപേക്ഷിക്കുന്നതായി തിരിച്ചറിഞ്ഞു. പ്രതിയെ തിരിച്ചറിയാതെ കേസ് അവസാനിപ്പിച്ച ഷോപ്പ് മോഷണ കേസുകളുടെ എണ്ണം
5 വർഷം മുമ്പത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ 65% ഉയർന്നത്. ഈ വർഷം 1/5 കേസുകളിൽ താഴെ മാത്രമാണ് പ്രതിയെ കണ്ടെത്തി ചാർജ് ചെയ്യുകയോ വിളിപ്പിക്കുകയോ ചെയ്തിട്ടുള്ളത്. 55% കേസുകളിലും പ്രതികളെ തിരിച്ചറിയുന്നത് കൂടിയില്ല. 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെ 5,30,643 ഷോപ്പ് മോഷണങ്ങളാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഓരോ മിനിറ്റിലും കേസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്ന് മാത്രമല്ല 71% ജീവനക്കാരും അസഭ്യം കേൾക്കേണ്ടതായി വരുന്നതായും യൂണിയൻ ഓഫ് ഷോപ്പ് ഡിസ്ട്രിബ്യൂട്ടീവ് അലേർട്ട് വർക്കേഴ്സ് സർവേ വ്യക്തമാക്കി. 48% ഭീഷണിക്ക് ഇരയായപ്പോൾ 9% പേർക്ക് ശാരീരിക ഉപദ്രവം നേരിട്ടു. വലിയ ഭീതിയോടെയാണ് ജീവനക്കാർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നത്. സമാനമായ അവസ്ഥയിലാണ് മലയാളി സ്ഥാപനങ്ങളും കുടുംബങ്ങളും. ഷ്രോംഷെയറിൽ കനാൽ ഇടിഞ്ഞ് അപകടത്തിൽപ്പെട്ട ബോട്ടുകളിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകൾ. ഷ്രോംഷെയറിൽ ബിച്ചർച്ചിലെ കെമിസ്ട്രി ഭാഗത്ത് കനാലിൽ വലിയ കുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് അപകടത്തിലായ ബോട്ടുകളിൽ നിന്നും കുറഞ്ഞത് 10 പേരെയെങ്കിലും രക്ഷിച്ചതായി റിപ്പോർട്ട്. അതിരാവിലെ 4:30 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയായിരുന്നു ഇവരെ രക്ഷിച്ചത്. 3 ബോട്ടുകളിലായി ഇവർ സഞ്ചരിച്ചിരുന്ന ഭാഗത്ത് കനാലിലെ വെള്ളം മുഴുവൻ കുഴിയിലേക്ക് ഒഴുകി പോവുകയായിരുന്നു. 2 ബോട്ടുകൾ ആ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. മറ്റൊരു ബോട്ട് തികച്ചും അപകടകരമായ വിധത്തിൽ തന്നെ കുഴിയുടെ വക്കിലെത്തി നിന്നു. കനാലിന്റെ അടിത്തട്ട് സ്ഥിരതയില്ലാതെ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പോകാമെന്ന അവസ്ഥയിലായിരുന്നു. അത്തരം ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് അഗ്നിശമന സേനയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ 10ലേറെ പേരെ രക്ഷപ്പെടുത്തിയത്. കനാലിന്റെ തടവും പൊളിഞ്ഞ് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നൈൽ നദിയിൽ വിനോദയാത്ര നടത്തിയിരുന്ന 2 ആഡംബര കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു വിനോദസഞ്ചാരിക്ക് ദാരുണാന്ത്യം. ലക്സറിന് സമീപം ഞായറാഴ്ച രാത്രി 7 മണിക്കാണ് അപകടമുണ്ടായത്. ഇറ്റാലിയൻ പൗരരായ ഡെനൈസ് റഗേറി എന്ന 47-കാരിയാണ് അപകടത്തിൽ മരിച്ചത്. അപകടം നടക്കുമ്പോൾ അവർ അവരുടെ ക്യാബിനിലായിരുന്നു. റോയൽ ബ്ലൂ റിവറേജ് എന്ന കപ്പലിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. കപ്പലിൽ 4ഓളം റോയൽ ക്യാബിനുകൾ അപകടത്തിൽ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഭർത്താവിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന റഗേഗി അപകടത്തെ തുടർന്ന് നിലത്ത് വീഴുകയും ശ്വാസകോശത്തിന് മാരകമായി പരിക്കേൽക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ എത്തി അവരെ എസ്ന ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അധികം വൈകാതെ അവർ മരണമടയുകയായിരുന്നു. മറ്റ് 80ഓളം ഇറ്റലി സ്വദേശികളും അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റാർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഇറ്റാലിയൻ നയതന്ത്ര വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. നാവിക നിയമങ്ങളുടെ കടുത്ത ലംഘനമായിരുന്നു ഇറ്റാലിയക്കാർ സഞ്ചരിച്ച കപ്പലിന്റെ ക്യാപ്റ്റൻ വരുത്തിയത് എന്നാണ് ഈജിപ്ഷ്യൻ റിവർ ട്രാൻസ്പോർട്ട് അതോറിറ്റി പറയുന്നത്. ക്യാപ്റ്റന്റെ ലൈസൻസ് മരവിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗ്രീൻലൻഡിനെ യുഎസിന്റെ ഭാഗമാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിക് ഗ്രീൻലാൻഡിന്റെ പ്രത്യേക പ്രതിനിധിയായി ട്രംപ് അധിക ചുമതല നൽകി. ഇതോടെ ധാതു സമ്പന്നമായ ആർട്ടിക് ദ്വീപ് കൈയടക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് ഊർജിതമാക്കുകയാണ് എന്ന് വ്യക്തമായി. യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ US സൈനിക താവളമുണ്ട്. ഗ്രീൻലാൻഡിനായി പ്രത്യേക പ്രതിനിധിയെ നിയോഗിച്ച ട്രംപിന്റെ നടപടിയിൽ ഡെൻമാർക്ക് പ്രതിഷേധം അറിയിച്ചു. ഗ്രീൻലാൻഡ് വിട്ടു നൽകാൻ കഴിയില്ലെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സനും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസിക് ഫ്രെഡറിക്കും നിൽസനും ആവർത്തിച്ച് വ്യക്തമാക്കി. ഗ്രീൻലാൻഡ് യുഎസിന്റെ ഭാഗമാകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യേക ദൂതനായി നിയമിച്ചതിൽ താൻ അങ്ങേയറ്റം അസ്വസ്ഥനാണെന്നും ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാസ് ലൊക്ക റാസ്മുൻ പറഞ്ഞു. 57,000 പേരാണ് ഗ്രീൻലാൻഡിൽ താമസിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും ഡെൻമാർക്കിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും യുഎസിന്റെ ഭാഗമാകാൻ താല്പര്യമില്ലെന്നാണ് ഈ വർഷം ജനുവരിയിൽ നടന്ന അഭിപ്രായ സർവേയിൽ വ്യക്തമായത്. വെനസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ പടിയിറങ്ങുന്നത് ബുദ്ധിമുട്ടല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ലക്ഷ്യമിടുന്നത് ഭരണകൂട മാറ്റമാണെന്ന കാരക്കാസിന്റെ ആരോപണത്തിന് ബലമേകുന്നതാണ് ട്രംപിന്റെ പ്രസ്താവന. വെനസ്വേലയുടെ എണ്ണ കയറ്റുമതിക്കെതിരെ അമേരിക്കൻ നാവിക സാന്നിധ്യം ശക്തമാക്കുന്നതിനിടെയാണ് ട്രംപിന്റെ പരാമർശം. ഫ്ലോറിഡയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ മദൂറോയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ അമേരിക്ക ശ്രമിക്കുകയാണോ എന്ന ചോദ്യത്തിന് ട്രംപ് നേരിട്ട് മറുപടി നൽകിയില്ല. എന്നാൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പടിയിറങ്ങുന്നത് ബുദ്ധിമുട്ടല്ലെന്ന് ഞാൻ കരുതുന്നു എന്നായിരുന്നു പ്രതികരണം. മദൂറോ കഠിന നിലപാട് തുടർന്നാൽ അത് അവസാനിക്കുമായിരിക്കും എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വെനസ്വേലൻ തീരത്തിന് സമീപം പിടിച്ചെടുത്ത എണ്ണക്കപ്പലുകളെയും എണ്ണയും അമേരിക്ക കൈവശം വെക്കുമെന്നും അവ വിറ്റഴിക്കാനോ തന്ത്രപ്രധാന എണ്ണശേഖരം പുനർനിറയ്ക്കാനോ സാധ്യതയുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. പിടിച്ചെടുത്ത കപ്പലുകളും അമേരിക്ക സൂക്ഷിക്കണമെന്ന സൂചനയും അദ്ദേഹം നൽകി. ട്രംപിന്റെ പരാമർശങ്ങൾക്ക് മണിക്കൂറുകൾക്കകം മദൂറോ മറുപടിയുമായി രംഗത്തെത്തി. സ്റ്റേറ്റ്സ് ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു മദൂറോയുടെ പ്രതികരണം. മറ്റൊരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നതിന് പകരം സ്വന്തം രാജ്യകാര്യങ്ങൾ നോക്കിയാൽ ലോകത്തിനും അമേരിക്കയ്ക്കും അതാണ് നല്ലത്.
അമേരിക്കയുടെ കടുത്ത നിലപാടുകളും ട്രംപിന്റെ പരസ്യമായ പരാമർശങ്ങളും വെനിസിലെ അമേരിക്കൻ ബന്ധം കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പതിറ്റാണ്ടുകളായി US സൈന്യം പിന്തുടരുന്ന ഒരു പാരമ്പര്യം ലംഘിച്ച് സ്വന്തം പേരിൽ പുതിയ യുദ്ധക്കപ്പൽ ക്ലാസ് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് ക്ലാസ് എന്ന പേരിൽ അതിശക്തമായ പുതിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുമെന്ന് ട്രംപ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു. സാധാരണയായി അധികാര കാലാവധി അവസാനിച്ച ശേഷമാണ് ഇത്തരമൊരു ബഹുമതി നൽകാറുള്ളത്. ഫ്ലോറിഡയിലെ മാർ എലാഗോയിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ ആദ്യഘട്ടമായി 2 കപ്പലുകൾ നിർമ്മിക്കുമെന്നും പിന്നീട് കൂടുതൽ കപ്പലുകൾ ഉണ്ടാക്കാമെന്നും ട്രംപ് പറഞ്ഞു. ഇവയെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സർഫേസ് വാർഫെയർ കപ്പലുകൾ ആയിരിക്കും എന്നും അമേരിക്ക ഇതുവരെയും കണ്ട ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളായിരിക്കുമെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. പ്രഖ്യാപന ചടങ്ങിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, നാവികസേന സെക്രട്ടറി ജോൺ ഫീലൻ എന്നിവരും പങ്കെടുത്തു. 30,000 മുതൽ 40,000 ടൺ വരെ ഭാരമുള്ള കപ്പലുകളിൽ മിസൈലുകൾ, ഹെവി ഗണ്ണുകൾ, ലേസർ സംവിധാനങ്ങൾ, വികസന ഘട്ടത്തിലുള്ള ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു. ന്യൂക്ലിയർ വോർഹെഡ് ഘടിപ്പിച്ച് കടൽ മാർഗ ക്രൂയിസ് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന ശേഷിയും ഈ കപ്പലുകൾക്കുണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. നിലവിലുള്ള US ഡെസ്ട്രോയറുകളെക്കാളും ക്രൂസറുകളെക്കാളും വലുതായിരിക്കും ട്രംപ് ക്ലാസ് കപ്പലുകൾ. എന്നാൽ 1990കളിൽ സേവനം അവസാനിപ്പിച്ച ഐവ ക്ലാസ് ബാറ്ററി ഷിപ്പുകളെക്കാൾ ചെറുതായിരിക്കും. കപ്പലുകളുടെ രൂപകൽപ്പനയിലും നേരിട്ട് ഇടപെടുമെന്ന് പറഞ്ഞ ട്രംപ് അഗ്നിശക്തിയോടൊപ്പം സൗന്ദര്യവും പ്രധാനമാണ് എന്നും കൂട്ടിച്ചേർത്തു. ചൈനയെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണോ എന്ന ചോദ്യത്തിന് ട്രംപ് മറുപടി ഒഴിവാക്കി. ഇത് ചൈനയ്ക്കെതിരെയല്ല, എല്ലാവർക്കുമുള്ള പ്രതിരോധമാണ്. ചൈനയുമായി ഞങ്ങൾ നല്ല ബന്ധത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നാവികസേനയുടെ ആകെ കപ്പൽ സംഖ്യയിൽ US ചൈനയേക്കാൾ പിന്നിലാക്കുന്നുവെന്ന ആശങ്ക പെന്റഗൺ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. കോൺഗ്രസിലേക്ക് സമർപ്പിച്ച റിപ്പോർട്ടുകളും ചൈനയുടെ വേഗതയേറിയ കപ്പൽ നിർമ്മാണ രംഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. NIA മേധാവി സ്ഥാനത്ത് നിന്ന് സദാനന്ദ് ദത്തയെ മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗം അനുമതി നൽകിയതോടെ നിലവിൽ NIA ഡയറക്ടർ ജനറലായ സദാനന്ദ് ദത്ത മഹാരാഷ്ട്ര കേഡറിലേക്ക് മടങ്ങും. മഹാരാഷ്ട്രയിൽ പുതിയ പോലീസ് മേധാവിയായി വൈകാതെ ഇദ്ദേഹം ചുമതലയേൽക്കുമെന്നാണ് വിവരം. മഹാരാഷ്ട്ര DGP രശ്മി ശുക്ല ഡിസംബർ 31 വിരമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. മുംബൈ ഭീകരാക്രമണ സമയത്ത് ഭീകരർക്കെതിരെ ധീരമായി പൊരുതിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് സദാനന്ദ് ദത്ത. 2008 ഭീകരാക്രമണം നടന്നപ്പോൾ മുംബൈ അഡീഷണൽ പോലീസ് കമ്മീഷണറായിരുന്നു അദ്ദേഹം. ഭീകരരുമായി ഏറ്റുമുട്ടുന്നതിനിടെ കാമ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. എന്നിട്ടും ഭീകരരോട് പൊരുതിയ അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചിരുന്നു. മഹാരാഷ്ട്ര കേഡറിലെ 1990 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് സദാനന്ദ് ദത്ത. മുൻപ് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയുടെ തലവനായിരുന്നു ഇദ്ദേഹം. പിന്നീട് 2024 മാർച്ചിൽ കേന്ദ്ര സർവീസിലെത്തിയ അദ്ദേഹത്തെ NIA ഡയറക്ടർ ജനറലായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. ഇപ്പോൾ മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സമ്മതം മൂളിയതോടെയാണ് സദാനന്ദ് ദത്ത തിരികെ വരുന്നത്. മഹാരാഷ്ട്രയിൽ പോലീസ് സേനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും BJP സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ആയുധമാക്കുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 5 ദിവസത്തെ ജർമ്മനി സന്ദർശനത്തിനിടെ ബെർലിനിലെ ഹെർട്ടി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ വിദേശ മണ്ണിൽ ഇന്ത്യയെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് BJP രാഹുലിനെതിരെ രംഗത്തെത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI തുടങ്ങിയ ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനാണ് ഉപയോഗിക്കുന്നത്. BJPയുമായി ചേർന്ന് നിൽക്കുന്നവർക്കെതിരെ ഒരു കേസ് പോലും ഇല്ല എന്നും അദ്ദേഹം ആരോപിച്ചു. NDA ഘടകകക്ഷി VSDPയെ ഇനി UDFന്റെ ഭാഗമാക്കില്ല എന്ന് കോൺഗ്രസ്. UDF പ്രവേശനത്തിനായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ചർച്ച നടത്തി വഞ്ചിച്ചെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇനി UDFന്റെ ഭാഗമാകാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ താൽപര്യം പ്രകടിപ്പിച്ചാലും മുന്നണിയുടെ ഭാഗമാക്കില്ല. NDAയിൽ കൂടുതൽ പരിഗണന കിട്ടാനായി വിലപേശൽ നാടകം നടത്തുകയായിരുന്നു ചന്ദ്രശേഖരൻ എന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത്. നിലവിൽ NDA ഉപാധ്യക്ഷനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ഇദ്ദേഹത്തിന്റെ VSDP പാർട്ടിയെ UDF അസോസിയേറ്റ് ഘടകകക്ഷിയാക്കുന്നതായാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം തള്ളിയ ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരു ആവശ്യം താൻ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും അതിനായി ആർക്കും കത്ത് നൽകിയിട്ടില്ല എന്നും പറഞ്ഞു. തന്റെ അപേക്ഷ പുറത്തുവിടാൻ UDF നേതാക്കൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതോടെ കോൺഗ്രസ് UDF നേതാക്കൾ പ്രതിരോധത്തിലായിരുന്നു. എന്നാൽ തങ്ങൾ NDAയിൽ അതൃപ്തരാണ് എന്ന് പറഞ്ഞ അദ്ദേഹം BJP അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം മെച്ചപ്പെട്ട പരിഗണനയുണ്ട് എന്നും പറഞ്ഞിരുന്നു. അതൃപ്തിയുണ്ടെന്ന് നേതാക്കളോട് പറഞ്ഞതുകൊണ്ട് ചാടിപ്പോവുകയാണെന്ന് കരുതരുത്. NDA സമീപനം തിരുത്തണം.
അടുത്ത NDA യോഗത്തിൽ അഭിപ്രായം പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതുപോലെ PV അൻവറും CK ജാനും UDF അസോസിയേറ്റ് അംഗങ്ങളാകും. അസോസിയേറ്റ് അംഗങ്ങളാക്കാനാണ് UDF യോഗത്തിൽ ധാരണയായത്. ജനുവരിയിൽ നിയമസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രചരണവുമായി രംഗത്തിറങ്ങാനാണ് UDF നീക്കം. UDF അടിത്തറ വിപുലീകരിക്കുമെന്ന് പറഞ്ഞ VD സതീശൻ മറ്റു പാർട്ടികളുമായി ചർച്ച നടത്തുന്നില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. UDF-ൽ മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ഗുരുവായൂർ സീറ്റ് തിരികെ പിടിക്കണമെന്ന ആവശ്യമുയർത്തി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഗുരുവായൂർ നിയമസഭാ സീറ്റ് കോൺഗ്രസിന് വേണമെന്നും സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് പ്രാദേശിക തലത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഗുരുവായൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നാണ് DCCയുടെ ആവശ്യം. ഈ ആവശ്യം സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചു. ദീർഘകാലമായി ലീഗിന്റെ കൈവശമുള്ള സീറ്റാണ് ഗുരുവായൂർ. മുസ്ലിം ലീഗുമായി സീറ്റ് വിഷയത്തിൽ സംസാരിക്കേണ്ടത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അണ്ടർ-19 ഏഷ്യ കപ്പിൽ പാകിസ്ഥാനോട് തോറ്റ തോൽവിക്ക് പിന്നാലെ കടുത്ത നടപടികളുമായി BCCI. സാധാരണഗതിയിൽ നടക്കുന്ന അവലോകന ചർച്ചകൾക്ക് പുറമെ ടീം മാനേജ്മെന്റിനോട് വിശദീകരണം തേടാനാണ് BCCI തീരുമാനം. മുഖ്യ പരിശീലകൻ, ക്യാപ്റ്റൻ എന്നിവരുമായി പ്രത്യേകം ചർച്ചകളും നടത്തിയേക്കും. ഫൈനലിൽ 191 റൺസിന്റെ വൻ തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. ക്രിക്കറ്റ് ബസിന്റെ റിപ്പോർട്ട് പ്രകാരം ടൂർണമെന്റിലെ ഇന്ത്യയുടെ പ്രകടനം പ്രത്യേകമായി വിലയിരുത്താനാണ് BCCIയുടെ തീരുമാനം. സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള റിവ്യൂ മീറ്റിംഗിന് പുറമെയാണിത്. മാത്രമല്ല ടീം മാനേജ്മെന്റിനോട് വിശദീകരണം തേടാനും തീരുമാനിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ഓൺലൈൻ സ്പൈക്സ് കൗൺസിൽ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-ൽ ഇനി സ്ഥിരം കുറ്റവാളികളെയും കോടതി ഉത്തരവുകൾ ലംഘിക്കുന്നവരെയും കൂട്ടാൻ ലൈവ് ഫേഷ്യൽ റെക്കഗ്നീഷൻ നടപ്പിലാക്കും. പരീക്ഷണവുമായി മുന്നിട്ടിറങ്ങിയത് ഹാംപ്ഷയർ പോലീസ്. ഒളിക്യാമറകൾക്ക് പകരം ഈ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത് വാനുകളിൽ. രാജ്യവ്യാപകമായി ഇത്തരം പരിശോധനകൾ കർശനമാക്കും. കുറ്റവാളികളുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ചിത്രങ്ങൾ 1 മിനിറ്റിനുള്ളിൽ സിസ്റ്റത്തിൽ നിന്ന് നീക്കം ചെയ്യും. ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ മുന്നറിയിപ്പുമായി വീണ്ടും. 5 ദിവസത്തെ സമരം വെറും ട്രയൽ മാത്രമാണെന്നും ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ പ്രതിഷേധങ്ങൾ വീണ്ടും ശക്തമാക്കുമെന്നും ഡോക്ടർമാർ. ക്വാളിഫൈഡ് ഡോക്ടർമാർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ കൂടുതൽ ട്രെയിനിങ് സീറ്റുകൾ വേണമെന്ന് ആവശ്യം. വിസ നിയമങ്ങളിൽ അടിയറവ് പറഞ്ഞ് UK സർക്കാർ. വിവിധ മേഖലകളിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമം മുൻനിർത്തി വിദേശ ജോലിക്കാർക്കുള്ള വിസ നിയമങ്ങളിൽ താൽക്കാലിക ഇളവുമായി സർക്കാർ. ജയിലുകളിൽ ജീവനക്കാരുടെ ഗുരുതര ക്ഷാമം ഒഴിവാക്കുന്നതിനായി വിദേശ ജയിൽ ഉദ്യോഗസ്ഥർക്കുള്ള വിസ നിയമങ്ങളിൽ താൽക്കാലിക ഇളവ്. ഗ്രീൻലാൻഡിനെ US-ന്റെ ഭാഗമാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിക്കിന് ഗ്രീൻലാൻഡിന്റെ അധിക ചുമതല നൽകി. ധാതു സമ്പന്നമായ ആർട്ടിക് ദ്വീപ് കൈയടക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് ഊർജിതമാക്കി. ഗ്രീൻലാൻഡ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഡെൻമാർക്കും ഗ്രീൻലാൻഡും. വെനസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പടിയിറക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ലക്ഷ്യമിടുന്നത് ഭരണകൂട മാറ്റമാണെന്നും ട്രംപ്. ട്രംപിന്റെ പരാമർശം വെനസ്വേലയുടെ എണ്ണ കയറ്റുമതിക്കെതിരെ അമേരിക്കൻ നാവിക സാന്നിധ്യം ശക്തമാകുന്നതിനിടെ വെനസ്വേല അമേരിക്ക ബന്ധം കൂടുതൽ സംഘർഷത്തിലേക്ക്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും BJP സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ആയുധമാക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി. വിമർശനം 5 ദിവസത്തെ ജർമ്മനി സന്ദർശനത്തിനിടെ ബെർലിനിൽ. വിദേശ മണ്ണിൽ ഇന്ത്യയെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് രാഹുലിനെതിരെ BJP. BSDPയെ ഇനി UDF-ന്റെ ഭാഗമാക്കില്ല എന്ന് കോൺഗ്രസ്. UDF പ്രവേശനത്തിനായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ചർച്ച നടത്തി വഞ്ചിച്ചെന്ന് കോൺഗ്രസ്. UDF-ന്റെ ഭാഗമാകാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇനി താല്പര്യം പ്രകടിപ്പിച്ചാലും മുന്നണിയുടെ ഭാഗമാക്കില്ല. K. മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിച്ചേക്കും. മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ഗുരുവായൂർ സീറ്റ് തിരികെ പിടിക്കണമെന്ന ആവശ്യമുയർത്തി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഗുരുവായൂർ നിയമസഭാ സീറ്റ് കോൺഗ്രസിന് വേണമെന്നും സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു.